സോ വെൽക്കം ടു ദി ഡേ 2 ഓഫ് രാമേശ്വരം വ്ളോഗ് പാർട്ട് 2. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇനി നമ്മൾ അടുത്ത പ്ലേസിലോട്ട് പോകണം. സോ വേഗം റെഡി ആവാം. കണ്ണൊക്കെ എഴുതിയത് അതുകൊണ്ട് ഇനി ആ പരിപാടി നമുക്കില്ല. അങ്ങനെ വാച്ചും കേട്ട് പിന്നെ ഇങ്ങനെ സ്പ്രേ അടിച്ചാൽ മാത്രമേ എനിക്കൊരു ആശ്വാസം കിട്ടുന്നുള്ളൂ. ഇനി ഇവിടുത്തെ വെല്ലിനെ പറ്റി പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അതുകൊണ്ട് തന്നെ കൈക്കരണ മോയിസ്ചറൈസറോ സൺസ്ക്രീനോ ബോഡി ലോഷനോ എന്തൊക്കെയാ വെച്ചാൽ വായത്തിച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങാവേ. ഓ ജീൻസ് ആയിട്ട് അങ്ങോട്ട് മടങ്ങണില്ല കാലി. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് ബോഡി ലോഷനിൽ അങ്ങോട്ട് കുളിച്ചു എന്ന് തന്നെ പറയാം. അപ്പോഴാ കേസ് എനിക്ക് മനസ്സിലായി ബെൽറ്റ് കൊണ്ടുവന്നുള്ള. അങ്ങനെ ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന റൂം. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏറ്റവും നല്ല റൂമായിരുന്നു ഇത്. കാരണം കുറെ റെസിഡൻസി നോക്കിയിട്ടാണ് അവസാനം ഇത്രയും നല്ലൊരു റൂം കിട്ടിയത്. അങ്ങനെ ഇനി ഈ റൂം വെക്കറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി ഇറങ്ങാണേ. ഇനി ഇവിടുന്ന് എവിടെ നേരം നമ്മൾ ഫുഡ് കൂടി കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം ഇവിടെയുള്ള അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ്സ്. അങ്ങനെ നേരെ നമ്മൾ ദുർഗാ ഫാമിലിയിൽ പോയിട്ട് ഇഡ്ഡലി ഉത്തപ്പമാണ് വാങ്ങിച്ചു കഴിച്ചത്. അടുത്ത എല്ലായിടത്തെ റെസ്റ്റോറൻറ്റ്സിലെ ഫുഡ് ജസ്റ്റ് ഓക്കെ ആണ് കേട്ടോ. അതൊക്കെ ഉള്ളത് ഇഡ്ഡലി മാത്രമാണ്. അതുകൊണ്ട് 2 ദിവസം മനുഷ്യൻ ഇഡ്ഡലി മാത്രമാണ് കഴിക്കുന്നത്. ഇനി ഇന്ന് നമ്മൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. രാമേശ്വര ഐലൻഡിലെ സൗത്ത് ഏൺ ടിപ്പിൽ ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് കേട്ടോ ഈ ധനുഷ്കോടി. ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. കാരണം 1964 ഒരു വലിയ സൈക്ലോൺ കാരണം കേട്ടോ ഈ ഒരു സ്ഥലം ഇത്രയും നശിച്ചത്. അന്ന് ഇവിടെ 1800ഓളം പേര് മരിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇവിടെ എല്ലാവർക്കും താമസിക്കാൻ പേടിയായിരുന്നു. പക്ഷെ അത്രയും ദൂരം വന്നിട്ട് ഒരു ക്ഷേത്രത്തിന് മാത്രം ഒന്നും പറ്റിയില്ല. അതാണ് ഇത് കോദാന്തരാമർ ടെമ്പിൾ. ഇതിപ്പോ എന്താ കറങ്ങി കളിക്കാ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ പിന്നെ ഒരു പൈൻ ഫോറസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് കണ്ടപ്പോ വിചാരിച്ചില്ല കേട്ടോ ഈ ഒരു പ്ലേസ് ഇത്രയും നല്ലതായിരുന്നു എന്നുള്ള. പിന്നെ ഇത്രയും നല്ലൊരു സ്ഥലത്ത് കഴിഞ്ഞാൽ എന്താ രസമെന്നറിയോ. അത് കഴിഞ്ഞപ്പോ വേണ്ടി ഈ ഒരു സാധനം ഉണ്ടായിരുന്നേ. പക്ഷെ ഞാൻ നോക്കിയിട്ട് കയറാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എന്റെ അച്ഛനുള്ളപ്പോഴാണോ എനിക്ക് കയറാൻ പറ്റാത്തേ. അയ്യോ ഈ സാധനത്തേക്ക് ഇറങ്ങിപ്പോന്നു. അങ്ങനെ അതിൽ നിന്ന് എങ്ങനെ ഇറങ്ങി നമ്മളിനി ആരിച്ചൽമുനയിലേക്കാണ് കേട്ടോ പോകുന്നത്. 2 കടലിന്റെ മീറ്റിംഗ് പോയിന്റ് എന്നാണ് കേട്ടോ ആരിച്ചൽമുന എന്ന തമിഴ് വാക്കിന്റെ അർത്ഥം. എന്റെ ലെഫ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാളും റൈറ്റ് സൈഡിൽ ഇന്ത്യൻ ഓഷൻ ആട്ടോ. ഈ 2 കടലിന്റെ നടുക്കൂടെ ഉള്ള ഈ റോഡ് ട്രിപ്പ് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പോയിന്റിലെത്തി. ഈ അശോക സ്തംഭത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇന്ത്യയുടെ അവസാനത്തെ മണ്ണിലാണ് ഞാനിപ്പോ നിൽക്കണേ. ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് വന്ന് നിർമ്മിച്ച ആ ഒരു രാമസേതുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിവിടെയാണ് കേട്ടോ. അത്ര വിസിബിൾ ആയിട്ട് നേരിൽ കാണാൻ പറ്റൂല. അതുകൊണ്ട് ബൈനോക്കുലറിലൂടെ നോക്കിയാൽ ചെറുതായിട്ട് രാമസേതുവും ശ്രീലങ്കയുടെ ബോർഡർ ടവറും ഒക്കെ കാണാൻ പറ്റുക. പിന്നെ ഈ അശോക സ്തംഭത്തിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് കുറെ ശംഖും പിന്നെ അത് വെച്ചിട്ട് ഉണ്ടാക്കിയ കുറെ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു മാങ്ങയും വാങ്ങി. ഞാൻ സഹിക്കാൻ വയ്യാത്ത വെയിൽ അത്രയും കൊണ്ട് തളർന്നുകൊണ്ട് ഒരു ഇളനീരും വാങ്ങി കുടിച്ചേ. എന്താ ഒരു ആശ്വാസം. ഇതാ ചൂടത്ത് കരിക്ക് കിട്ടിയതിന്റെ എക്സ്പ്രഷൻ ആണ്. അപ്പൊ ബാക്കി അടുത്ത വ്ളോഗിൽ